ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പാലസ്തീനും ഇസ്രായേലിനെയും കുറിച്ചാണ്. അതായത് ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞു, രണ്ടാം ലോക മഹായുദ്ധവും കഴിഞ്ഞു. ഇനി മൂന്നാം ലോക മഹായുദ്ധം താമസിക്കാതെ തന്നെ ഉണ്ടാകും. താമസിക്കാതെ തന്നെ മൂന്നാം ലോക മഹായുദ്ധവും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു എന്ന പരമചെറ്റ, അതായത് ഈ ഈ പിശാശ്, രക്തം കുടിക്കുന്ന പിശാശ്, 35,000 പേരെ കൊന്നുകളഞ്ഞ, അതായത് കുട്ടികളെയും സ്ത്രീകളെയും തെരഞ്ഞു പിടിച്ച് വധിച്ച് കൊന്നുകളഞ്ഞ ഈ ദുഷ്ടഭീകരന്മാർ, അത് പേപ്പട്ടിയെ പിടിച്ച് പേപ്പട്ടിയെ പോലെ തന്നെ അവന്മാർ. അപ്പോൾ അവന്മാർ കളിച്ച് അവസാനം ഇറാൻ്റെ 14,000 കയറി കളിച്ചിരിക്കുകയാണ്. അവരെ രാജ്യത്ത് കയറി, അവരെ കോൺസുലേറ്റർ കയറി അടിച്ചു. പിന്നെ അപ്പോൾ അവരെ രാജ്യത്ത് കയറി ഉപദ്രവിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഐക്യരാഷ്ട്രസഭയുടെ ഒരു നിയമമുണ്ട്. കാരണം അവർ തിരിച്ച് അതിന് പ്രതികരിക്കാം. അങ്ങനെ അവരൊരു പ്രതികാരം ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. എന്നിട്ട് അവർ 300ഓളം മിസൈലുകളും അതിന് വേണ്ടപ്പെട്ട റോക്കറ്റ് മൊത്തം വിട്ടതിന് ശേഷം അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഇനി ഞങ്ങൾ ആക്രമിച്ചതിന് പകരമായി പ്രതിവിധിയായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയും ഞങ്ങളെ ശല്യപ്പെടുത്താനാണ് നിങ്ങൾ വരുന്നു എന്നുണ്ടെങ്കിൽ ഇനി കളി ഇതായിരിക്കില്ല അവർ പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞത് തന്നെ പഴയ ഇറാനല്ല ഇപ്പോഴത്തെ ഇറാൻ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ പറയുന്നത് തിരിച്ചിനി അടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ചടി നമുക്ക് പ്രതീക്ഷിക്കാം. തിരിച്ചടിക്കുമെങ്കിൽ അടി ഇനി ഭീകരമായിരിക്കും. യുദ്ധം മൂന്നാം ലോക യുദ്ധത്തിലേക്ക് തന്നെ കടക്കും. അമേരിക്ക കയറി ഇടപെടും. അപ്പോൾ പിന്നെ ചൈനയും റഷ്യയും കൂടെ ഇറാഖിന് സപ്പോർട്ടായി വരും. പിന്നെ കൊറിയ വരും. പിന്നെ തീർത്തും പിന്നെ മഹാലോക യുദ്ധമായി തന്നെ മാറും. അതുകൊണ്ട് കഴിയുന്നതും ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഈ ദുഷ്ടൻ ഇതിൽ നിന്നും പിന്തിരിഞ്ഞാൽ മൂന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും ഒരു യുദ്ധത്തിൽ നിന്നും മോചനം കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇനി കണ്ടിരുന്നത് തന്നെ കാണാം. അങ്ങനെ 75 വർഷം കൊണ്ട് പാലസ്തീനെ ദ്രോഹിച്ച് അവർ സഹികെട്ടപ്പോൾ അവർ പിന്നെ അവരടിമയായി ജീവിക്കണ്ടെന്ന് വിചാരിച്ച് അവർ പ്രതികരിച്ചതാണ്. അധിനിവേശത്തിൽ അങ്ങനെ ജീവിക്കേണ്ടെന്ന് വെച്ചുകൊണ്ട് അത് ചെയ്തു തന്നെയാണ്. ഒരു സ്വാതന്ത്ര്യ രാജ്യം അതല്ല എന്നുണ്ടെങ്കിൽ മരിക്കുക തന്നെ, മരണം അത് ഷഹീദാവുക, അതൊക്കെ കൂലിയുള്ളതാണ്. ഇതൊന്നും നമ്മളെ ഈ റൂഹ് നമ്മളെ ഈ ജീവൻ എന്ന് പറയുന്നത് ബാറ്ററിയിലും കറണ്ടിലൊന്നും ഓടുന്നതൊന്നുമല്ലല്ലോ. ഇതൊക്കെ അമാന ശക്തിയാണ്. ഷഹീദായാൽ കൂലി കൊള്ളാം, അതൊക്കെ ഭയങ്കരമാണ്. അതൊക്കെ ഈ നായ്ക്കളായ ഈ ബെഞ്ചമിൻ നെതന്യാഹുവിനൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. അവനൊക്കെ ഈ കൊലയും കൊള്ളയും ബലാത്സംഗങ്ങളും ഡാൻസും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് അവർക്കറിയാമോ? ഇതല്ലേ അവരെ ലോകം. അവർക്ക് അതിനെക്കുറിച്ച് അറിയാമോ? അപ്പോൾ അവനോടൊന്നും പറഞ്ഞിട്ടും, ഈ പിശാചുക്കളോട് പറഞ്ഞിട്ടും വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി ഉള്ളതിനെക്കുറിച്ച്, ഇനി വരാനിരിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് കാക്കാം. ശരി, എന്നാൽ അടുത്തതിന് കാണാം.